ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കണം. എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് കരുതുന്നു. വീഡിയോസൊക്കെ കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. പൈനാപ്പിൾ റവ കേസരിയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇപ്പോൾ നമുക്ക് പൈനാപ്പിൾ ആണെങ്കിൽ ധാരാളം വാങ്ങാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ പൈനാപ്പിൾ റവ കേസരി ഉണ്ടാക്കാൻ തുടങ്ങാം. പൈനാപ്പിൾ കേസരി ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് പൈനാപ്പിളാണ്. അത് ഞാനിവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പൈനാപ്പിൾ ഇവിടെ ഞാൻ പ്രഷർ കുക്കറിൽ ഇട്ടൊന്ന് കുക്ക് ചെയ്തിട്ടാണ് കേസരി ഉണ്ടാക്കുന്നത്. അപ്പോൾ പൈനാപ്പിൾ നല്ല സോഫ്റ്റ് ആയിട്ട് കുക്കായിട്ട് കിട്ടും. പാനിൽ വെച്ച് വേണമെങ്കിൽ നമുക്കത് കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു പ്രഷർ കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊരു 3-4 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. പൈനാപ്പിളും പഞ്ചസാരയും കൂടി നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പ്രഷർ കുക്കർ ഒന്ന് മൂടി സ്റ്റവ് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു 3 വിസിൽ വരുന്നതുവരെ പൈനാപ്പിൾ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ കുക്കർ സ്റ്റവിൽ വെച്ചിട്ട് 3 വിസിൽ വന്നു കഴിഞ്ഞ് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് സ്റ്റീം പോകാനായിട്ട് മാറ്റി വെക്കണം. ഇനി നമുക്കിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് നല്ലതുപോലെ ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. കശുവണ്ടി കിസ്മിസും എല്ലാം നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. കശുവണ്ടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. കശുവണ്ടി ചെറുതായിട്ട് കളറെല്ലാം മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കിസ്മിസും കൂടി ഇട്ട് കൊടുക്കണം. കിസ്മിസും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ കശുവണ്ടിയെല്ലാം മൂത്തൊരു ചെറിയ ബ്രൗൺ കളറും കിസ്മിസൊക്കെ നന്നായിട്ട് വീർത്തുമെല്ലാം വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് നെയ്യിൽ നിന്ന് കോരി മാറ്റാം. ഇനി സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. റവ ഇട്ടതിന് ശേഷം കൈയെടുക്കാതെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. സ്റ്റവ് ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 5-6 മിനിറ്റ് വറുത്തെടുക്കണം. റവയുടെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി. ഇപ്പോൾ റവ മൂത്ത് നല്ലൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. വറുത്തെടുത്ത റവ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കണം. സ്റ്റവ് ഓഫ് ചെയ്തിട്ടിട്ട് ഇപ്പോൾ കുക്കറിൻ്റെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. പൈനാപ്പിൾ നല്ല സോഫ്റ്റ് ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേസരി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ വെള്ളം നല്ലതുപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ആ വെള്ളത്തോടുകൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൈനാപ്പിൾ ചേർത്ത് കഴിഞ്ഞ് ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിലേക്ക് വെക്കണം. അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന റവ ഇട്ട് കൊടുക്കാം. റവ ഒരു കൈ കൊണ്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ മറ്റേ കൈ കൊണ്ട് നമ്മൾ സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും റവ ഒട്ടും കട്ട പിടിക്കാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. റവ ഇട്ടതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. റവയിലുള്ള വെള്ളമെല്ലാം ഒന്ന് വറ്റി റവ നന്നായിട്ട് കുറുകി വരുന്നവരെ സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ റവ നന്നായിട്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കളർ ചേർത്ത് കൊടുക്കണം. കളർ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് ഓപ്ഷനിലാണ്. പക്ഷേ കളർ ചേർക്കുമ്പോഴത്തേക്കും നമ്മുടെ കേസരി കാണാൻ കുറച്ച് ഭംഗിയായിരിക്കും. ഞാൻ ഇതിലേക്ക് 2 നുള്ള യെല്ലോ ഫുഡ് കളർ 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കിയത് കുറേശ്ശായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കളർ ചേർത്തിട്ട് വീണ്ടും കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിൻ്റെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് മധുരം കുറച്ച് മതിയെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര ചേർത്താൽ മതി. നമ്മൾ പൈനാപ്പിൾ വേവിച്ച സമയത്ത് അതിൽ 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുള്ളതാണ്. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞ് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാരയെല്ലാം നന്നായിട്ട് ഉരുകി റവയിൽ പിടിക്കുന്നവർ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം.
നെയ്യ് ചേർത്തതിന് ശേഷം വീണ്ടും സ്റ്റവ് ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. കേസരിക്ക് നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും എല്ലാം കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയോ അല്ലെങ്കിൽ കുറച്ച് എസൻസോ ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിലേക്ക് പൈനാപ്പിൾ എസൻസ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ പൈനാപ്പിൾ എസൻസ് എല്ലാവരുടെ അടുത്തും കാണില്ല. അങ്ങനെയാണെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. എസൻസ് ചേർത്ത് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇപ്പോൾ നമ്മുടെ കേസരി പാകമായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവ ചേർക്കുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കണം, അവസാനം നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. കശുവണ്ടി കിസ്മിസ് ചേർത്തതിന് ശേഷം വീണ്ടും സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം പാൻ ഒന്ന് മൂടി ഒരു 5 മിനിറ്റ് വെക്കണം. 5 മിനിറ്റിന് ശേഷം പാനിൻ്റെ മൂടി മാറ്റി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കേസരി പാകമായിട്ടുണ്ട്. പാകമായ കേസരി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ച് സമയം നമുക്ക് സെറ്റ് ആകാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ കേസരി ഒന്ന് തണുത്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഇതുപോലെ കമഴ്ത്തിയിട്ട് കൊടുക്കാം. കേസരി ഇതുപോലെ പ്ലേറ്റിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കശുവണ്ടിയും കിസ്മിസൊക്കെ വെച്ച് ഗാർണിഷ് ചെയ്യാം. റെഡിയായ കേസരി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റാണ് ഇത്. വായിൽ വെച്ചാൽ അലിഞ്ഞു പോകുന്ന അത്ര സോഫ്റ്റാണ്. നല്ല ടേസ്റ്റിയുമാണ്. പൈനാപ്പിളൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് പൈനാപ്പിളിൻ്റെ ഒരു ഫ്ലേവറും നെയ്യുടെ ടേസ്റ്റും എല്ലാം കൂടി നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ഹെൽത്തിയുമാണ്. വീണ്ടും ഇതുപോലുള്ള സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.